hasyscorner എന്നൊരു സോസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പലതരത്തിലുള്ള സോസുകൾ അറിയാമല്ലേ. ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, അങ്ങനെ പല തരത്തിലുള്ള സോസുകളുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ സോസൊന്നും അല്ല കേട്ടോ, ഒരു ബട്ടർസ്കോച്ച് സോസാണ്. അതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബട്ടർ 30 ഗ്രാം, ഷുഗർ 100 ഗ്രാം, മിൽക്ക് 50 ml, ഫ്രഷ് ക്രീം 100 ml. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു വലിയ ബൗളിലേക്ക് മിൽക്കും ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ പാത്രത്തിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര കുറച്ച് കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇത് കാരമലൈസ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്തെടുക്കണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ഉരുകി വരണം. ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച മിൽക്ക് ഫ്രഷ് ക്രീം മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. മുഴുവനായിട്ട് പെട്ടെന്ന് ഒഴിച്ചെടുക്കാൻ പാടില്ല. നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. നമുക്ക് ഈ സോസ് ചോക്ലേറ്റിനും കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴും പുഡിങ്ങിൻ്റെ കൂടെയും ഒക്കെ ഉപയോഗിക്കാം. നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചാൽ മതി. നന്നായിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകരുത്. ഞാൻ 5 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് കട്ട് ചെയ്തിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.